വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നതേ അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണേ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഞാലിപ്പൂവൻ പഴം വേണം. ഒരു 4-5 പഴം നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കടല നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് നമുക്കിതിന് വേണ്ടി വേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഞാലിപ്പൂവൻ പഴം അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരിക്കണേ. നമ്മളത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബൗളെടുത്ത് ആദ്യം ഇതിൻ്റെ ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടു. പിന്നെ നമ്മൾ ഒരു നുള്ളു ഉപ്പും കുറച്ച് സോഡാപ്പൊടി, അതും ഒരു നുള്ളു സോഡാപ്പൊടി നമ്മൾ ഇട്ടിട്ടുള്ളേ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഗോതമ്പ് പൊടിയും കുറച്ച് സോഡാപ്പൊടി, വളരെ കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ടുള്ളൂ. അതുപോലെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ സാധാരണ ഉപ്പൊഴിക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് നല്ല ചെറു ചൂടോടെ നമ്മൾ ശർക്കര നന്നായിട്ട് ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് നമ്മൾ ഈ മിക്സിലേക്ക് കുറേശ്ശെ എടുത്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് നമ്മൾ കുറേശ്ശെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് ഈ ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും കൂടെയൊക്കെ ഇട്ടതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കോരി ഒഴിക്കാവുന്ന പരുവത്തിന്, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ വേണ്ട നമ്മൾ നന്നായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നെയ്ക്കകത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഫസ്റ്റ് നമ്മളൊന്ന് വറുത്തെടുക്കണേ. ഒരു 2-3 സ്പൂൺ തേങ്ങാക്കൊത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ആ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വേണ്ടേ നമ്മൾ നെയ്ക്കകത്തിട്ട് നന്നായിട്ട് ആ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് നിലക്കടല, അതും കൂടെ നമ്മൾ നന്നായിട്ട് ആ നെയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കണേ. അപ്പോൾ നമ്മുടെ നിലക്കടലയും തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്ന ശേഷം നമ്മൾ ആ സെയിം നെയ്ക്കകത്ത് തന്നെ പഴവും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുവാണേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാലിപ്പൂവൻ പഴമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹെൽത്തി സ്നാക്കാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേണ്ട നമ്മൾ നെയ്ക്കകത്തിട്ട് ആ പഴവും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുവാണ്. ഇനി ആ നെയ്ക്കകത്ത് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന പഴവും നമ്മുടെ തേങ്ങാക്കൊത്തും അതുപോലെ കടലയും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബാറ്ററിനകത്തോട്ടിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. കുറച്ച് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഗാർണിഷിങ് പോലെ കൊടുക്കാൻ വേണ്ടിയാണ്. കുറച്ച് കടലയും തേങ്ങാക്കൊത്തും നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതിലേക്ക്. ഇനി നമ്മളൊരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു ദോശയൊക്കെ കോരി ഒഴിക്കുന്ന പരുവത്തിന്, ഒരുപാട് ഇങ്ങനെ വലുതാക്കണ്ട, നമുക്കിതിങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാവേ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കടലയും ഒക്കെ നമ്മൾ മാറ്റി വെച്ചില്ലേ, കുറച്ച് പഴം അരിഞ്ഞതും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ ജസ്റ്റ് ഒരു ഗാർണിഷിങ് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണേ. വേണ്ട നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ഈസി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. വീണ്ടും നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് കോരി ഒഴിച്ച് കാണിക്കുവാണേ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ശരിക്കും ഈ ഒരു മിക്സ് വേണ്ടത്. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും സ്കൂളിൽ പോയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ വളരെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ വേണ്ട നമ്മൾ എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്നാക്കിൻ്റെയും ഒരുപാട് ബിരിയാണിയുടെയും മീൻകറിയുടെയും ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്.
അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.